ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെയാണ് യൂത്ത് ഐക്കണുകളായി നമ്മൾ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. അത് ജീവിതങ്ങളെ ഒന്ന് ഇൻസ്പയർ ചെയ്യാനാണ്. അങ്ങനെ ക്രിസ്തു ജീവിതത്തെ തൊട്ട അനുഭവങ്ങൾ പറയാനായി നമ്മോടൊപ്പമുള്ളത് പോൾ ആണ്. ക്രിസ്തു ഹൃദയത്തെ തൊട്ട് സ്നേഹം കൊണ്ട് നിറച്ചതിൻ്റെ കഥ നമ്മോട് ഷെയർ ചെയ്യാൻ പോളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പോൾ. അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ യേശു ആന്തരിക സൗഖ്യത്തിലൂടെ എന്നെ മോചിപ്പിച്ച ഒരു സാക്ഷ്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എബേഡ് 15 കൂടിയത്. എബേഡ് 15 എൻ്റെ ആത്മാവിനെ ഈശോ തൊട്ടതിൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഞാൻ 4ാമൻ ഒരു വ്യക്തിയായിരുന്നു, 5 മക്കളിലെ 4ാമൻ. കാരണം അത്രയധികം അനുഗ്രഹങ്ങളാണ് ദൈവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞത്. കാരണം 5 മക്കളിലെ 4ാമെന്ന് പറയുമ്പോൾ എല്ലാവരെയും ദൈവം വാരിക്കോരി അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പനമ്മയും തരാത്ത സ്നേഹമാണ് എന്നെ വളരെയധികം വേദനയിലും ദുഃഖത്തിലും എന്നെ ആന്തരികമായ മുറിവിലേക്കും എന്നെ നയിച്ചത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം യേശു എന്നെ എങ്ങനെ തൊട്ടു എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എബേഡ് 15 കൂടുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെതായ സുഖങ്ങളിലും സന്തോഷങ്ങളിലും മുഴുകി അതിൽ നിന്നും പാപത്തിലേക്ക് വീണ് നശിച്ച ഒരു വ്യക്തിയായിരുന്നു. കാരണം എനിക്ക് അനേകം സഹോദരന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്നും കിട്ടാത്ത സ്നേഹവും അപ്പനമ്മിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരിൽ നിന്നും ഞാൻ തേടിയിരുന്നു. അങ്ങനെ കൂട്ടുകാരന്മാരിൽ നിന്നും ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്നേഹം ശരിക്കും പറഞ്ഞാൽ അത് സ്നേഹമായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉപയോഗിക്കുന്ന വിധത്തിൽ ഞങ്ങളെ പാപത്തിലേക്കും ലോകത്തിൻ്റെ മായ ലോകത്തിലേക്കും മിളച്ചതകളിലേക്കും വീഴ്ത്തുന്ന ഒരു സന്തോഷമായിരുന്നു എനിക്ക് ലഭിച്ചത്. നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എൻ്റേത്. അങ്ങനെ കൂട്ടുകാരന്മാരിൽ നിന്ന് ഞാൻ വളരെയധികം സന്തോഷവും ലഹരികളിലും പല മേഖലകളിലും ഞാൻ മുഴുകിയിട്ടുണ്ട്. ഞാൻ എന്തിനൊക്കെയോ ആഗ്രഹിച്ചായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും സന്തോഷം കിട്ടുമെന്ന്. പക്ഷേ ഇവരിലേക്കാണ് ഞാൻ നോക്കിയിരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെ ഞാൻ വിട്ടുകൊടുത്തുകൊണ്ട് അവരെന്നെ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ ഒരു ധ്യാനമായിരുന്നു കൂടിയത്, ഒരു ആന്തരിക സൗഖ്യ ധ്യാനം. ആ ധ്യാനത്തിലൂടെ ചേട്ടൻ എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയുണ്ടായി. എങ്ങനെയാണ് ഈശോ ചേട്ടനെ തൊട്ടതും കാര്യങ്ങളും അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പാപത്തിൻ്റെതായ എല്ലാ വഴികളിലും ഒഴുകുകയാണ്. കാരണം ചെറുപ്പത്തിലെ സ്കൂൾ പ്രായത്തിലൊക്കെ സമയത്ത് ബാല്യകാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അനേകം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് എന്ന് പറയും. പക്ഷേ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ പ്രേമബന്ധത്തിലൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം അവസ്ഥയിൽ നിന്നും യേശു എന്നെ കരകയറ്റി. അങ്ങനെ കോളേജ് സമയങ്ങളായപ്പോൾ പിന്നെയും പ്രലോഭനങ്ങൾ വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ യേശു എന്ന ഒരു ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അനേകം വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടാൻ തുടങ്ങി. നിരക്ഷരവാദികളായ അനേകം മതസ്ഥരായ അനേകം വ്യക്തികളിലേക്ക് അവർ എന്നെ പല കാര്യങ്ങളും പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച് ഞാൻ എൻ്റെ എല്ലാ പാപത്തിലേക്കും ഞാൻ മുഴുകി. അതിനിടയിലാണ് ചേട്ടൻ എന്നെ ഒരു വിവരം പോലും പറയാണ്ട് എന്നെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് എത്തിച്ചത്. അങ്ങനെ ഞാൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് എത്തിച്ച പ്രിയപ്പെട്ടവരെ, അവിടെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പല പ്രാർത്ഥനകളും സ്തുതിപ്പുകളും കേൾക്കുമ്പോഴും എനിക്ക് വളരെ അസ്വസ്ഥപ്പെടുകയുണ്ടായിരുന്നു. ചേട്ടൻ അനേകം പുതിയ പ്രേക്ഷിതരെയും പല പുതിയ ആൾക്കാരെയൊക്കെ എന്നെ പരിചയപ്പെടുത്തി. അവർ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ സങ്കീർത്തനങ്ങളും കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതും ഞാൻ കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വലിയ ഒരു പ്രചോദനമായി. എനിക്കും ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ലഹരിയാണ്. കാരണം പാട്ട് കേൾക്കുമ്പോൾ എന്നെ വളരെയധികം ജ്വലിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയുണ്ടായത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അപ്പച്ചനും അമ്മയും എന്നെ നിർബന്ധിക്കുക ധ്യാനത്തിലൂടെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. വളരെ
നിർബന്ധത്തോടെയാണ് ചെയ്തത്. അങ്ങനെ അവിടെ ചെന്ന് ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദിവസവും രണ്ടത്തെ ദിവസവും വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷേ മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. മൂന്നാമത്തെ ദിവസവും ആന്തരിക സൗഖ്യ ആരാധന എന്നൊരു ദൈവിക ശുശ്രൂഷ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ അന്ന് വൈദികർ നയിച്ച ആ ആന്തരിക സൗഖ്യ ആരാധന എന്നെ വളരെയധികം സ്പർശിച്ചു. ഈശോ എന്നെ തൊടുകയുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരെന്നോട് നിർദ്ദേശം പറയുന്നു, ഈശോയെ നോക്കാൻ പറയുന്നു. അരളിക്കായ ഈശോയെ നോക്കാൻ പറയുന്നു. അത് ഒരു അരളിക്കയായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ അരളിക്കയെ നോക്കിയപ്പോൾ കണ്ണുകളടയ്ക്കാൻ പറയുന്നു. കണ്ണുകൾ അടച്ച് തുറക്കുകയും ചെയ്യുന്നു. തുറന്ന് 3-4 തവണ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവസാനത്തെ ആ ഒരു നിമിഷം ഞാൻ കണ്ണു തുറന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടത് ആ അരളിക്കയിൽ ഈശോയുടെ മുഖമായിരുന്നു. ഞാൻ ഇതുവരെ കാണാത്തതും ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഫീലിംഗ് അനുഭവിക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തിലേക്ക് ഞാൻ അങ്ങ് വീണു. അങ്ങനെ ഞാൻ ഈശോയെ കണ്ടുമുട്ടി. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഈശോന് വേണ്ടി എന്തായാലും ജീവിതകാലം മൊത്തം സുവിശേഷ വേലയ്ക്കായിട്ട് പ്രവർത്തിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അത് നടപ്പിലായി. യേശുവിന് നന്ദി. Christ in Youth. നമ്മുടെ വിഷമതകളെ, പ്രയാസങ്ങളെ, സ്നേഹക്കുറവുകളെ ദൂരീകരിക്കാൻ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ക്രിസ്തുവിനാണ്. അത് എവിടെയൊക്കെ ആയിരുന്നാലും, ഏതൊക്കെ അവസ്ഥയിലായിരുന്നാലും നമ്മുടെ ഹൃദയത്തെ കൊത്തിവലിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണ്. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ലോകത്തെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. നമുക്ക് പരസ്പരം കരങ്ങൾ കോർത്തു പിടിക്കാം. ഇതാ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുക്കപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന.